السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. അർഹമുറാഹിമായ അള്ളാഹു പരിശുദ്ധമായ ഹജ്ജ് ഉംറ സിയാറത്ത് ചെയ്യാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. അതിൻ്റെ എല്ലാ തടസ്സങ്ങളും നീക്കി സന്തോഷകരമായ അവസ്ഥ ഭാവിയിൽ നമുക്കെല്ലാം അള്ളാഹു നൽകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ഹജ്ജിനെ പറ്റിയാണ് നമ്മുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധമായ കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് വമാ തഫ്അലൂ മിൻ ഖൈരിൻ യഅലംഹുല്ലാഹ് وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. അൽ ഹജ്ജു ഹജ്ജ് അഷ്ഹുറും മഅലൂമാത്തുൻ അറിയപ്പെട്ടതായ ചില മാസങ്ങളാകുന്നു. ഹജ്ജിന് ഉംറ പോലെയല്ല. ഉംറ ഏത് സമയത്തും ഏത് കാലത്തും ചെയ്യാവതാണ്. എന്നാൽ ഹജ്ജിന് നിശ്ചിത സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ അത് നടക്കൂ. ഏതാണ് അതിൻ്റെ സമയം? അത് ശവ്വാൽ മാസം, ദുൽഖഅദ് മാസം, ദുൽഹജ്ജിൽ നിന്നുള്ള 10 ദിവസം, അതിൻ്റെ അനുബന്ധങ്ങളായ 2-3 ദിവസം. ഈ ദിവസങ്ങളിലാണ് ഹജ്ജ് നടക്കുക. അപ്പൊ ശവ്വാൽ മാസത്തിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്യാം, ദുൽഖഅദ് മാസത്തിലും ചെയ്യാം, ദുൽഹജ്ജ മാസത്തിലും ചെയ്യാം. എന്തായിരുന്നാലും ശരി, അറഫ ദിവസത്തിൽ അവൻ മുഹരിമായിരിക്കൽ നിർബന്ധമാണ്. അറഫ ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടാൽ ആ കൊല്ലത്തെ ഹജ്ജ് നഷ്ടപ്പെട്ടത് തന്നെ. അൽ ഹജ്ജു ഹജ്ജ് അഷ്ഹുറും മഅലൂമാത്തുൻ അറിയപ്പെട്ടതായ ചില മാസങ്ങളാകുന്നു. അതുകൊണ്ട് ഫമൻ ഫറള ഫീഹിന്ന ആ മാസങ്ങളിൽ ഒരാൾ തീരുമാനമെടുത്തു അൽ ഹജ്ജ ഹജ്ജ് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ, അതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഇഹ്റാം ചെയ്തു. ഇഹ്റാം ചെയ്യാന്ന് പറഞ്ഞാൽ നവൈത്തുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല, ഞാൻ ഹജ്ജ് കൊണ്ട് ഇഹ്റാം ചെയ്യുകയും ഹജ്ജിനെ കരുതുകയും ചെയ്തിരിക്കുന്നു എന്ന നിയ്യത്താണ് ഇഹ്റാം കെട്ടൽ എന്ന് പറയുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ ഫലാ റഫസ, ഇനി റഫസ് പാടില്ല. ഭാര്യ ഭർത്തൃ ബന്ധത്തിനാണ് റഫസ് എന്ന് പറയുന്നത്. അത് പാടില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ ആമുഖങ്ങൾ, സംസാരപരമായ ആമുഖങ്ങളോ പ്രവർത്തനപരമായ പ്രാരംഭങ്ങളോ ഇതൊന്നും പാടില്ല. ഇവന്റെ ചിന്ത ഹജ്ജിലേക്ക് തന്നെയായിരിക്കണം. മറ്റൊന്ന്, വലാ ഫുസൂഖ, പുറപ്പെടാൻ പാടില്ല. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങി തയ്യാറായവനാണ് ഇവൻ. ഇവൻ അതിൽ നിന്ന് പുറപ്പെട്ട് മറ്റൊന്നിലേക്ക് ശ്രദ്ധ പോകുന്ന ഒന്നും പാടില്ല. വലാ ജിദാല, ഒരു തർക്കവും പാടില്ല. ഇവനും മറ്റൊരാളും തമ്മിൽ ഏതെങ്കിലും കാര്യത്തിന്റെ പേരിൽ ഒരു തർക്കം, ഒരു ഏറ്റുമുട്ടൽ, വാക്ക് തർക്കം, അത് പാടില്ല. അത് എത്ര നിസ്സാരമായ തർക്കമാണെങ്കിലും ശരി, അത് ഹജ്ജിനോട് യോജിക്കുന്നതല്ല. വലാ ജിദാല ഫിൽ ഹജ്ജ്, ഈ ഹജ്ജ് വേളയിൽ ജിദാല് പാടില്ല, തർക്കം പാടില്ല. വമാ തഫ്അലൂ മിൻ ഖൈരിൻ, നിങ്ങൾ ഏത് വിധത്തിലുള്ള ഖൈർ ചെയ്താലും യഅലംഹുല്ലാഹു, അല്ലാഹു അതിനെ അറിയുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ ഹജ്ജ് സമയത്ത് ചെയ്യാൻ കഴിയുന്ന ഖൈറുകളൊക്കെ ചെയ്യണം. ദിക്ർ ചെല്ലാൻ പറ്റുന്ന സമയത്തൊക്കെ ദിക്ർ ചെല്ലണം, തൽബിയത്ത് ചെല്ലണം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഇടതടവില്ലാതെ ലബ്ബൈക ചെല്ലണം. അതുപോലെ തന്നെ നിസ്കാരം വർദ്ധിപ്പിക്കണം, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കണം, സദഖ വർദ്ധിപ്പിക്കണം. ചുരുക്കം ഇവനെ കൊണ്ട് മറ്റൊരാൾക്കൊരു ശല്യമില്ലാതിരിക്കുക എന്നതിനെ വർദ്ധിപ്പിക്കണം. ഏത് ഗുണകരമായ കാര്യം ചെയ്താലും യഅലംഹുല്ലാഹു, അല്ലാഹു അതിനെ അറിയും എന്ന് പറഞ്ഞാൽ അതിന് അർഹതപ്പെട്ട, അതിന്റെ ഘനപ്പെട്ട പ്രതിഫലം അല്ലാഹു നൽകുക തന്നെ ചെയ്യും. വതസവ്വദു, നിങ്ങൾ ആവശ്യമായ വസ്തുക്കളൊക്കെ കരുതണം. ഒരു യാത്ര പുറപ്പെടാനുള്ള പ്രധാന യാത്രയാണ്. ആ യാത്രയിൽ നിങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കളൊക്കെ നിങ്ങൾ കരുതണം. മറ്റുള്ളവരെ ചാരിയിട്ട് അങ്ങനെ പോകാൻ പാടില്ല. മുൻകാലത്ത് ചിലര് അങ്ങനെ ചെയ്തിരുന്നു. അവര് ഹജ്ജിന് പുറപ്പെടും, ഞങ്ങൾ സാഹിദുകളാണ്, ത്യാഗികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെടും. ഒന്നും കരുതില്ല, ഒക്കെ അള്ളാഹിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ട ഇവര്
പലപ്പോഴും മറ്റുള്ളവർക്ക് ശല്യമായിട്ട് മാറും, മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ കൈകാട്ടും. അത് ഒരിക്കലും യോജിച്ചതല്ല. തസവ്വദു, നിങ്ങൾക്ക് ആവശ്യമായത് എന്താണോ അതൊക്കെ നിങ്ങൾ കരുതണം. ഒരു കാര്യം തീർത്ത് പറയട്ടെ, ഇന്ന ഖൈറസാദി, കരുതൽ വസ്തുക്കളിൽ നിന്ന് ഏറ്റവും ഗുണകരമായത് അത്തഖ്വ, തഖ്വയാകുന്നു. ഈ യാത്രയൊന്നുമല്ല യാത്ര, യഥാർത്ഥ യാത്ര വരാനിരിക്കുന്നേ ഉള്ളൂ. അത് പരലോക യാത്രയാണ്. ആ യാത്രയിൽ ഉപകാരപ്പെടുന്ന ചരക്ക് ഒന്നേ ഒന്ന് മാത്രം, അത് തഖ്വയാകുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളുമാകുന്നു. അതുകൊണ്ട് ഈ യാത്രക്കാരൻ അവന്റെ യാത്രക്ക് ആവശ്യമായതൊക്കെ ഒരുക്കുമ്പോൾ തന്നെ തഖ്വ കൈവിടാതെ അവന്റെ ജീവിതം വിശുദ്ധമാക്കണം. വത്തഖൂനി, എന്നെ നിങ്ങൾ ഭയപ്പെടണം, എന്നെ നിങ്ങൾ സൂക്ഷിച്ചാവണം ജീവിക്കണം. ഏത് കാര്യം ചെയ്യുന്ന സമയത്തും ഇതിൽ എൻ്റെ നിർദ്ദേശം എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ടാവണം ഏത് കാര്യത്തിലേക്കും കടക്കുന്നത്. കണ്ണുകൊണ്ടൊരു വസ്തു നോക്കുന്ന സമയത്ത് ഇത് എനിക്ക് നോക്കൽ അനുവദനീയമാണോ ചിന്തിച്ചതിന് ശേഷം മാത്രമേ, അനുവദനീയമാണെങ്കിൽ മാത്രമേ കണ്ണിനെ ആ ഭാഗത്തേക്ക് അയക്കാൻ പാടുള്ളൂ. കാതുകൊണ്ട് കേൾക്കുന്ന സമയത്ത് ഇത് എനിക്ക് കേൾക്കാൻ പറ്റിയതാണോ, എൻ്റെ കാത് നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, അതുകൊണ്ട് ഇതെന്റെ തഖ്വയ്ക്ക് എതിരായതാണോ അനുകൂലമായതാണോ ചിന്തിച്ചിട്ടേ കേൾക്കാൻ പാടുള്ളൂ. നാവിനെ പറ്റി പറയാനില്ല, കയ്യും കാലും കണ്ണും മൂക്കും എല്ലാം ഈ പറയപ്പെട്ടതാണ്. അതുകൊണ്ട് വത്തഖൂനി, എന്നെ നിങ്ങൾ സൂക്ഷിക്കണം, എന്നെ ഭയപ്പെടണം. യാ ഉലിൽ അൽബാബി, ബുദ്ധിയുടേതായ വിഭാഗമേ, നിങ്ങൾ ഈ പറഞ്ഞതിനനുസരിച്ചാവണം നിങ്ങളുടെ ജീവിതം, ഇതിനനുസരിച്ചാവണം നിങ്ങളുടെ നീക്കം. എന്നാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂ, അല്ലെങ്കിൽ അത് ദുരിതത്തിന് കാരണമായി തീരും. ഹജ്ജിന് പോകുന്ന സമയത്ത് മുഴുസമയവും അവൻ ഇബാദത്തിലായിട്ട് കഴിച്ചു കൂട്ടണം എന്ന് പറഞ്ഞു. ഇഹലോകവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. ഒരു തർക്കമോ വാക്കേറ്റമോ ഒന്നും പാടില്ല, ഭാര്യ ഭർത്തൃബന്ധം പാടില്ല എന്നൊക്കെ പറയുമ്പോൾ കച്ചവടവും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അത് സംബന്ധമായിട്ട് ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫളലം മിർ റബ്ബിക്കും فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين. ലൈസ അലൈക്കും, നിങ്ങളുടെ മേൽ ജുനാഹുൻ, തെറ്റില്ല. അൻ തബ്തഗൂ, നിങ്ങൾ തേടൽ തെറ്റില്ല. ഫളലം മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഔദാര്യത്തെ. റബ്ബിന്റെ ഔദാര്യം എന്ന് പറഞ്ഞാൽ ഹലാലായ മാർഗത്തിൽ സമ്പത്ത് സമ്പാദിക്കലാണ്. അപ്പൊ ഹജ്ജിന് പോകുന്നവനാണ്, ഹജ്ജിന് ഇഹ്റാം കെട്ടിയവനാണ്, അവൻ കച്ചവടം നടത്തുന്നതിന് വിരോധമൊന്നുമില്ല. കച്ചവടം നടത്തുന്നതിനും ലാഭമുണ്ടാക്കുന്നതിനും ഒന്നും വിരോധമില്ല. അത് അതിന്റെ ചിട്ടയിലാകണമെന്ന് മാത്രം. നിങ്ങളുടെ മേൽ തെറ്റില്ല. തബ്തഗൂ ഫളലം മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഔദാര്യത്തെ തേടുന്നതിന് യാതൊരു തെറ്റുമില്ല. കച്ചവടം ചെയ്യാം, ലാഭമുണ്ടാക്കാം, ഹലാലായതായിരിക്കണം. അത് എന്നും അങ്ങനെ തന്നെ. ഫഇദാ അഫൽതും മിൻ അറഫാത്തിൻ, അറഫയിൽ നിൽക്കൽ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദുൽഹജ്ജ് 9-നാണ് അത് നിർവഹിക്കേണ്ടത്. അത് ദുൽഹജ്ജ് 9-ന്റെ ഉച്ച മുതലാണ് അതിന്റെ സമയം. അന്ന് സുബഹിയാകുന്നതിന്റെ മുമ്പ് എപ്പോഴെങ്കിലും ഒരു സമയത്ത് അറഫയിൽ എത്തിയിട്ടില്ലെങ്കിൽ അക്കൊല്ലത്തെ ഹജ്ജ് നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ സൗദിയൻ സർക്കാർ വളരെ ഉദാരത ചെയ്യാറുണ്ട്. ഹജ്ജിന് വന്നിട്ട് ഏതെങ്കിലും കാരണവശാൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അവർ ജയിൽ പുള്ളികളായി മാറുകയൊക്കെ ചെയ്താൽ അവരെ ആംബുലൻസിലും, അത്രയും കഴിയാത്തവരെ അതിന് പറ്റുന്ന വാഹനത്തിലൊക്കെ കൊടുന്നിട്ട് അറഫയിൽ കുറച്ച് നേരം നിർത്തിയിട്ട് എങ്ങനെയെങ്കിലും അവർക്ക് ഹജ്ജ് കിട്ടുമെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അപ്പൊ അറഫയിൽ നിൽക്കൽ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അൽ ഹജ്ജു അറഫ എന്ന് തന്നെ ഹദീസിലുണ്ട്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാവുന്നു, അറഫയെ മാറ്റി നിർത്തിയാൽ ഹജ്ജില്ല. അത്രയും പ്രധാനപ്പെട്ട ഭാഗമാകുന്നു അറഫ എന്നർത്ഥം. അപ്പൊ ഇതാ അഫൽതും മിൻ അറഫാത്തിൻ, അങ്ങനെ അറഫയിൽ നിന്നു അല്ലെങ്കിൽ ഇരുന്നു കിടന്നു, ഇതൊക്കെ നിൽക്കുക എന്നതിൽ പെട്ടതാണ്. അവിടെ ഉണ്ടാകണം, ഇതാണ് നിർബന്ധം. ഒന്നും ചെല്ലിയിട്ടില്ല എന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെല്ലിയിട്ടില്ലെങ്കിൽ അതിന്റെ കൂലി കുറയും. അള്ളാഹുവോട് വളരെയേറെ ചോദിക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനും പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമല്ലേത്? ആ അറഫയിൽ നിന്നിട്ട് അവിടെ നിന്ന് പോരുന്നതിനെ പറ്റിയാ പറയുന്നത്. പോരുന്ന സമയത്ത് മുസ്ദലിഫയിലേക്കാണ് പോരേണ്ടത്. രാവ് പകുതിയായതിന് ശേഷം അവിടെ താമസിക്കണം, രാപ്പാർക്കണം. സുബഹി വരെ അവിടെ നിന്ന് ദുആ ചെയ്യലും ഒരല്പസമയം കിടന്നുറങ്ങലും, അതുപോലെ തന്നെ ഇനി ജംറകളിൽ എറിയാനുള്ള 70 കല്ലുകളെ ഈ മുസ്ദലിഫ എന്ന സ്ഥലത്ത് നിന്ന് പെറുക്കലും
അതൊക്കെ ഇതിന്റെ കർമ്മങ്ങളിൽപ്പെട്ടതാണ്. അറഫയിൽ നിന്ന് നിങ്ങൾ മടങ്ങുമ്പോൾ ഫദ്കുറുല്ലാഹ, അള്ളാഹു തആലാക്ക് നിങ്ങൾ ദിക്ർ ചെയ്യണം, അള്ളാഹുവിനെ നിങ്ങൾ സ്മരിക്കണം. ഇന്ദൽ മഷ്അരിൽ ഹറാമി, മുസ്ദലിഫയിൽ വെച്ച്. മുസ്ദലിഫക്കാണ് മഷ്അറുൽ ഹറാം എന്ന് പറയുന്നത്. അവിടെ ഒരു മനോഹരമായ പള്ളിയുണ്ട്. അവിടെ എല്ലാവർക്കും ഒന്നും എത്തിപ്പെടാൻ കഴിയുകയില്ല, വലിയ തിരക്കുള്ള സ്ഥലമാണ്. ഏതായിരുന്നാലും ശരി, മുസ്ദലിഫ ഭൂമിയിലെ ഏതെങ്കിലും ഭാഗത്തായിട്ട് ഇത് ചെയ്താൽ മതി. അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം, അള്ളാഹുവിനെ സ്മരിക്കണം. വദ്കുറൂഹു, അള്ളാഹുവിനെ നിങ്ങൾ എല്ലാവരും സ്മരിക്കണം, പറയണം. കമാ ഹദാക്കും, നിങ്ങൾ അവൻ ഹിദായത്താക്കിയതുപോലെ. നിങ്ങൾക്ക് ഇവിടെ വരാനും ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാനും ഇങ്ങനൊരു മനസ്സ് വെക്കാനൊക്കെ അള്ളാഹു ഹിദായത്ത് നൽകിയത് കൊണ്ടല്ലേ. ഹിദായത്ത് നൽകാത്ത എത്ര ആളുകൾ ലോകത്തുണ്ട്. അവർക്കൊന്നും ഇതിനെപ്പറ്റിയുള്ള ചിന്തയോ ഇവിടെ എത്താനുള്ള മോഹമോ ഒന്നുമില്ലല്ലോ. എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ അവനെ സ്മരിക്കണം. വൈൻ കുന്തും, നിങ്ങൾ ആയിരുന്നു, മീൻ കബിലിഹി, ഇതിന്റെ മുമ്പ്, മിനല്ലാലീന, വഴിതെറ്റിയവരായിരുന്നു. നേരത്തെ നിങ്ങൾ നടന്ന് സഞ്ചരിച്ചത് നേർമാർഗത്തിലൊന്നും ആകണമെന്നില്ല, പലപ്പോഴും പിഴച്ച വഴിയിലൂടെ ആയിരിക്കും. ഏതായിരുന്നാലും ശരി, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയപ്പോൾ ഇവിടെ എത്താനും ഇവിടെയുള്ള കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞത് വലിയ അനുഗ്രഹമല്ലേ. അള്ളാഹുവായി ചെയ്ത നിഅമത്തിന് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയും അവനെ സ്മരിക്കുകയും അവനെ പറയുകയും വേണം. ആ പറയുന്ന സ്ഥലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ മുസ്ദലിഫ എന്ന് പറയുന്ന സ്ഥലം. അറഫയിൽ നിന്നാണ് പുറപ്പെട്ടത്. പാപങ്ങളൊക്കെ പൊറുപ്പിച്ചതിന് ശേഷം, അവന്റെ കണ്ണുനീരൊഴുക്കി അള്ളാഹുവിലേക്ക് അടുത്തതിന് ശേഷം അവൻ മുസ്ദലിഫയിൽ എത്തിയിട്ടാണ് ഇപ്പോൾ അള്ളാഹുവിന് ദിക്ർ ചെല്ലുന്നത്, അള്ളാഹുവിനെ പറയുന്നത്, അള്ളാഹു ഹിദായത്താക്കിയതിന് ശുക്ർ രേഖപ്പെടുത്തുന്നത്. എന്നിട്ടോ മറ്റൊരു കാര്യം പറയാനുള്ളത്, ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم. ഖുറൈശികൾ അറഫയിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവരും നിൽക്കുന്നിടത്തൊന്നും നിൽക്കില്ല. ഞങ്ങൾ വലിയ ആൾക്കാരാണ് എന്നാണല്ലോ അവരുടെ അഹങ്കാരക്കാരാണല്ലോ അവര്. അപ്പൊ അവര് കുറച്ചിങ്ങോട്ട് മാറി നിൽക്കും. അറഫയിൽ നിന്ന് മാറിയിട്ട് മിനായുടെ ഭാഗത്തൊക്കെ നിൽക്കരുത്. ഇതൊരിക്കലും സ്വീകാര്യമല്ല. അവരോടുള്ള പറച്ചിലാണ്, നിങ്ങൾ നിൽക്കുന്നത് നിൽക്കേണ്ടടുത്താവണം. എന്നിട്ട് നിങ്ങൾ പുറപ്പെടേണ്ടുന്ന സ്ഥലത്തു നിന്നാവണം. സുമ്മ അഫീലു, പിന്നെ നിങ്ങൾ പുറപ്പെടൂ, മിൻ ഹൈസു അഫാലന്നാസു, ജനങ്ങളൊക്കെ പുറപ്പെടുന്ന സ്ഥലത്ത് നിന്ന്. അവിടുന്ന് പുറപ്പെടണമെങ്കിൽ ജനങ്ങൾ നിന്നോർത്ത് നിൽക്കണം. അപ്പൊ അറഫയിലാവണം നിങ്ങളുടെ നിൽപ്പ്. എന്നിട്ട് അറഫയിൽ നിന്നാവണം നിങ്ങൾ പുറപ്പെടുന്നത്. എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടത്. എന്നല്ലാതെ നിങ്ങൾക്കൊരു പ്രത്യേകതയൊന്നും ഈ അറഫ ഭൂമിയിലില്ല. വസ്തഗ്ഫിറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്ത് പല കുറവുകളും പല തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചതല്ലേ. അതിനൊക്കെ പാപമോചനം അള്ളാഹുവോട് ആവശ്യപ്പെടണം, പൊറുക്കലിനെ തേടണം. അങ്ങനെ തേടിയാലോ, ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു തആല ഗഫൂറുൻ, വളരെയേറെ പൊറുക്കുന്നവനാകുന്നു, റഹീമുൻ, കരുണ ചെയ്യുന്നവനുമാകുന്നു. അവന്റെ കാരുണ്യം ഇഹലോകത്തേക്കാൾ കൂടുതലാണ് പരലോകത്തുള്ളത്. അള്ളാഹു വളരെയേറെ പൊറുക്കുന്നവനും വളരെയേറെ കരുണ ചെയ്യുന്നവനുമാകുന്നു. അറഫ ദിവസത്തിൽ ഒരാള് അള്ളാഹുവോട് മഗ്ഫിറത്ത് തേടി, പടച്ചവനെ എന്റെ കഴിഞ്ഞകാല തെറ്റുകളൊക്കെ പുറത്തു തരണേ എന്ന് അങ്ങനെ തേടി, വളരെയേറെ തേടി അള്ളാഹുവിലേക്ക് അടുത്തു. അതിന് ശേഷം അവനിങ്ങനെ ചിന്തിക്കുന്നു, അള്ളാഹുവേ, ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഇന്ന സമയത്ത് ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് എനിക്ക് അള്ളാഹു പൊരുത്തപ്പെട്ട് തരാതിരിക്കുമോ എന്ന് ചിന്തിക്കൽ അള്ളാഹുവിന് ഇഷ്ടമല്ല. അപ്പൊ അള്ളാഹു അത്രമേൽ പുറത്തു കൊടുക്കുന്നവനാകുന്നു. അറഫയിൽ നിന്ന് ഹാജിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വളരെയേറെ തൃപ്തി അടയുന്നവനാകുന്നു. അള്ളാഹു അവന്റെ തൃപ്തി നമുക്കെല്ലാം നൽകട്ടെ, ഹാജിമാർക്കൊക്കെ നൽകുമാറാവട്ടെ. ഖുറൈശികൾക്ക് മറ്റൊരു പതിവുണ്ടായിരുന്നു. അറഫൊക്കെ കഴിഞ്ഞതിന് ശേഷം അവര് ഈ കുലമഹിമ, അവരുടെ പിതാക്കളെ പറ്റിയുള്ള മദ്ഹ് പറച്ചിൽ കുറച്ച് കൂടുതലായിരുന്നു. ഓരോ ആൾക്കാരും അവരവരുടെ കുടുംബത്തിന്റെ ഓരിശയും അവരുടെ പിതാക്കളുടെ ബഹുമതിയൊക്കെ ഇങ്ങനെ പറയും. അതിനോട് മറ്റാൾ മറുപടി പറയും. അതിനേക്കാൾ വലിയത് ഇയാൾ പറയും. അത് കാവ്യമായിട്ടും കാവ്യമല്ലാതെയും ഒക്കെ പതിവുണ്ടായിരുന്നു. ഇതൊക്കെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അതൊക്കെ മനുഷ്യർ തമ്മിൽ ഏറ്റുമുട്ടാൻ കാരണമാണ്. തന്നെയല്ല, അതൊന്നും ഒരു നല്ല സ്വഭാവമല്ല. ചെയ്യേണ്ടത് അതൊന്നുമല്ല, ചെയ്യേണ്ടത് പറയുന്നു. فَإِذَا قَضَيْتُم مَّنَاسِكَكُمْ فَاذْكُرُوا اللَّهَ كَذِكْرِكُمْ آبَاءَكُمْ أَوْ أَشَدَّ ذِكْرًا فَمِنَ النَّاسِ مَن يَقُولُ رَبَّنَا آتِنَا فِي الدُّنْيَا
വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ഫഇദാ ഖളൈതും, അങ്ങനെ നിങ്ങൾ നിർവഹിച്ചാൽ, മനാസിക്കക്കും നിങ്ങളുടെ ഈ ഹജ്ജ് സംബന്ധമായ അമലുകളൊക്കെ നിർവഹിച്ചാൽ, ഫദ്കുറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ദിക്ർ ചെല്ലണം, അള്ളാഹുവിനെ പറയണം, അള്ളാഹുവിനെ സ്മരിക്കണം. ദിക്രിക്കും, നിങ്ങൾ പണ്ട് പറഞ്ഞിരുന്നത് പോലെ, ആബാക്കും, നിങ്ങളുടെ പിതാക്കളെ, നിങ്ങൾ പിതാക്കളുടെ മഹിമ പറയലായിരുന്നല്ലോ പതിവുണ്ടായിരുന്നത്, അതൊക്കെ മാറ്റിവെച്ചിട്ട് ആ സ്ഥാനത്ത് ഇത് നിർവഹിക്കണം എന്നല്ല. ഔ അശദ്ദ ദിക്ര, അതിനേക്കാൾ കൂടുതൽ ഇത് പറയണം. അന്ന് അത് ചെയ്തിരുന്നു, അത് പറ്റാതെ നിർത്തിവെക്കുക, അത്ര പോരാ, അതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിനെ ദിക്ർ ചെല്ലണം, അള്ളാഹുവിനെ സ്മരിക്കണം. ഇതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ദുആ ചെയ്യേണ്ടതിന്റെ രൂപമുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അത് പഠിപ്പിക്കുന്നു. ഇപ്പൊ മിനന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മൈ യഖൂലു, പറയുന്നവരുണ്ട്, ദുആ ചെയ്യുന്നവരുണ്ട്. എന്താ ദ്വാരക്കുന്നത്? റബ്ബന, ഞങ്ങളുടെ നാഥ, ആത്തിന, ഞങ്ങൾക്ക് നീ നൽകണേ, ഫിദ്ദുന്യ, ഇഹലോകത്തിൽ, ഇഹലോകത്തിൽ ഞങ്ങൾക്ക് നീ നന്മ നൽകണേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ ആ കേടുപാട് തീർത്തു തരണേ, ഞങ്ങളുടെ കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കി തരണേ. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇഹലോകത്തിന്റെ കാര്യങ്ങളിൽ മതിമറന്നുകൊണ്ട് ആവശ്യപ്പെടുന്നു, തേടുന്നു. പരലോകത്തിന്റെ കാര്യത്തിൽ ഒരു അല്പം പോലും പറയാത്തവരുണ്ട്. ഇവരെങ്ങനെ നല്ലവരാകുമോ? അതില്ല. വമാലഹു, ഇവന് ഇല്ലേ ഇല്ല, ഫിൽ ആഖിറത്തി, പരലോകത്തിൽ, മിൻ ഖലാഖിൻ, യാതൊരു ഓഹരിയുമില്ല. ഇഹലോകത്തിൽ അള്ളാഹു കൊടുത്തു എന്ന് വരും, അല്ലെങ്കിൽ കൊടുത്തില്ല എന്ന് വരും. പരലോകത്തിൽ അവനിപ്പോ ഈ ചെയ്തത് അവന്റെ പരലോകത്തിന് ഗുണം കിട്ടുന്നതല്ല. അതുകൊണ്ട് പരലോകത്തിൽ അവൻ യാതൊരു ഓഹരിയും പ്രതീക്ഷിക്കരുത്. ചോദിക്കേണ്ടത് ഇതല്ലല്ലോ, യഥാർത്ഥ ജീവിതം പരലോക ജീവിതമല്ലേ? ഒരു മനുഷ്യന്റെ മരണത്തോടുകൂടെ ആരംഭിക്കുന്നത് അവന്റെ യഥാർത്ഥ ജീവിതമാണ്. മരണത്തോടുകൂടെ ജീവിതം അവസാനിക്കുകയല്ല, യഥാർത്ഥ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് അവൻ ഇഹലോകത്തിന്റെ കാര്യം മാത്രം ആവശ്യപ്പെടുന്ന ഈ സ്വഭാവം മാറ്റിയിട്ട് പരലോകത്തിന്റെ ഗുണം ചോദിക്കണം. ഇഹലോകത്തിൻ്റെത് ചോദിക്കാൻ പാടില്ലെന്നല്ല, അത് മറന്നുകൊണ്ട് ഇത് ചോദിക്കാൻ പാടില്ല. അത് മാറ്റിവെച്ചുകൊണ്ട് ഇഹലോകത്തിൻ്റെത് മാത്രമായിട്ട് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിച്ചാൽ വമാലഹു, അവനില്ല, ഫിൽ ആഖിറത്തി, പരലോകത്തിൽ, മിൻ ഖലാഖിൻ, യാതൊരു ഓഹരിയുമില്ല. കാലാകാലം വസിക്കേണ്ടുന്ന പരലോകത്ത് അറ്റമില്ലാത്ത ആ ജീവിതത്തിൽ യാതൊരു ഓഹരിയും കിട്ടിയിട്ടില്ലെങ്കിൽ അവന്റെ ഗതി വളരെ മോശമല്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ള പ്രാർത്ഥനക്കാരിൽ നീ പെട്ടുപോകാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വമിൻഹും, ആ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മൻ യഖൂലു, ദുആ ചെയ്യുന്നവരുണ്ട്. എന്താ ദുആർക്കുന്നത്? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിന, ഞങ്ങൾക്ക് നീ നൽകണേ, ഫിദ്ദുനിയ, ഇഹലോകത്തിൽ നൽകണേ, ഹസനത്തിന് മെച്ചത്തെ നൽകണേ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളിൽ ബറക്കത്തുണ്ടാവണേ, ഞങ്ങളുടെ കച്ചവടത്തിൽ സന്തോഷകരമായ അവസ്ഥ ഉണ്ടാവണേ, ഞങ്ങളുടെ വീടിന്റെ പണി അത് പുരോഗമിക്കാനുള്ള അവസരം ഉണ്ടാവണേ എന്ന് തുടങ്ങിയിട്ട് ഇഹലോകത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം, അതിനൊന്നും തെറ്റില്ല. വഫിൽ ആഖിറത്തി, പരലോകത്തിലും ഞങ്ങൾക്ക് നീ നൽകണം, ഹസനത്തൻ, മെച്ചത്തെ നൽകണം. പരലോകത്തിൽ മെച്ചപ്പെട്ടാലല്ലേ മെച്ചമെന്ന് പറയാൻ പറ്റൂ, അതല്ലേ അവസാനിക്കാത്ത ലോകം. ഇഹലോക ജീവിതത്തിലേക്ക് കടക്കുന്നതോടുകൂടെയാണ് അവൻ യഥാർത്ഥ ജീവിതത്തിലേക്ക് കടക്കുന്നത്. അത് അറ്റമില്ലാത്ത ജീവിതമാണ്. അതുകൊണ്ട് പരലോകത്ത് ഹസനത്ത് ലഭിച്ചേ പറ്റൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയട്ടെ, വഖിന, ഞങ്ങളെ നീ കാക്കണേ, അദാബന്നാരി, നരക ശിക്ഷയിൽ നിന്ന്, നരകത്തിന്റെ അദാബിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെ കാക്കണേ എന്ന് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഒന്ന്, ഇഹലോകത്തിൽ നന്മ നൽകണേ. രണ്ടാമത്തത്, പരലോകത്തിൽ നന്മ നൽകണേ. മൂന്നാമത്തത്, നരകശിക്ഷയിൽ നിന്ന് അള്ളാഹുവെ കാക്കണേ, നരകത്തിലേക്ക് അടുപ്പിക്കരുത്. ഇങ്ങനെയാണ് സത്യവിശ്വാസിയുടെ ദുആ ആകേണ്ടത്. ഇങ്ങനെ ആയാലുള്ള ഗുണമെന്താ? ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്. ഉലൈക, ഇത്തരത്തിൽ ദുആ ചെയ്യുന്ന വിഭാഗം, ലഹും, അവർക്കുണ്ട്, നസീബുൻ, ഘനപ്പെട്ടതായ ഓഹരിയുണ്ട്, മിമ്മാ കസബു, അവർ അധ്വാനിച്ചത് കാരണത്താൽ. ഇഹലോകത്തിൽ അവൻ നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. ആ അധ്വാനത്തിന്റെ ലക്ഷണമാണ് ഇപ്പോൾ പറഞ്ഞത്. അവൻ ദുആ ചെയ്ത സമയത്ത് ഇഹലോകത്തിന്റെ കാര്യം മാത്രമല്ല, പരലോകത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് അവൻ ദുആ ചെയ്തിട്ടുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ ദുആ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ അധ്വാനിച്ചതാണത്. അവൻ അധ്വാനിച്ചത് കാരണത്താൽ അവന് ഘനപ്പെട്ട നസീബ്, ഓഹരിയുണ്ട്.
നേരത്തെ പറഞ്ഞവന് ആഖിറത്തിൽ യാതൊരു ഓഹരിയില്ല എന്നല്ലേ പറഞ്ഞത്. വല്ലാഹു തആല സരീഉൽ ഹിസാബി, അവന്റെ കണക്ക് ചോദ്യത്തെ വേഗത്തിലാക്കുന്നവനാകുന്നു. കോടികളെ വിചാരണ ചെയ്യേണ്ടതാണ്. എപ്പോഴത് അവസാനിക്കുക? അത് വളരെ നീണ്ടുപോകില്ലേ? അള്ളാഹുവിന് അതിന് വളരെ ചുരുങ്ങിയ സമയമേ വേണ്ടൂ. എന്നാൽ ചിലരുടെ ഹിസാബൊക്കെ നീളും. അത് അവന്റെ ശിക്ഷയുടെ ഭാഗമാണ്. അള്ളാഹുവിന്റെ ഹിസാബ് എന്നുള്ളത് വളരെ നിസ്സാരമാണ്. എത്ര പേരെ ഹിസാബ് ചെയ്യാനുണ്ടെങ്കിലും അതൊക്കെ നൊടിയിടയിൽ വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാൻ അവന് കഴിയും. വല്ലാഹു സരീഉൽ ഹിസാബാകുന്നു. ഹിസാബിന്റെ നാളിൽ അള്ളാഹു നമ്മെ ഹിസാബ് അനുകൂലമാകുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുകയും സ്വർഗപ്രവേശനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.